എന്തൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും സെറ്റിൽ വന്നാൽ ഇറ്റ്സ് വെരി ഡിഫറെന്റ്, ഇറ്റ്സ് വെരി പ്രൊഫഷണൽ. ചീത്ത കേൾക്കുകയാണെങ്കിൽ അസലായിട്ട് ചീത്തക്കും, തെറി വിളിക്കും അസലായിട്ട് തെറി വിളിക്കും. ഫ്രണ്ട്സ് അതൊക്കെ പേരുടെ ഒഴിച്ചു വിട്ടു തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കര കണക്ക് തന്നെയാണ്. പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയല്ല ഞാൻ ആങ്കറിങ് ചെയ്തത്. അത് ലെറ്റ് മീ ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം എല്ലാവരും പറയും ആങ്കറിങ്ങിലൂടെ സിനിമയിലേക്ക് വന്നു. നോ, ആങ്കറിങ്ങിലൂടെ അല്ല ഞാൻ സിനിമയിലേക്ക് വന്നത്. ആസിഫ് വാസ് ആൻ അമേസിംഗ് കോ സ്റ്റാർ, വെരി ഗുഡ് ഫ്രണ്ട് ഓൾസോ. കാരണം എല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് ആ ഒരു വൈബ് നമുക്ക് എന്തായാലും കിട്ടും. ഇൻസ്റ്റാഗ്രാം ഇഷ്ടമാണ്, ഫോട്ടോസൊക്കെ ഇങ്ങനെ ബ്രൗസ് ചെയ്യാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ഒരു, അതായത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ അല്ല ഞാൻ. അയ്യോ, ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഇത് എന്താ ഇത് വാട്സാപ്പ് ഇല്ലേ, വാട്സാപ്പ് ഇല്ലെങ്കിൽ എന്തോ ഞാൻ എന്തോ മാരൊക്കെ കുറ്റം ചെയ്ത പോലെ ആൾക്കാരുടെ റിയാക്ഷനൊക്കെ. മോർ ദാൻ എ കോ സ്റ്റാർ, ഐ വുഡ് തിങ്ക് ഐ വുഡ് വാണ്ട് ടു act with and work with directors. I cannot list the names, you know, there are so many directors, so I would want to work with them. ഇതിന് ശേഷം വന്ന almost 80% of the roles were similar. For that reason I'm not going to choose such a role. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ചവറ് പോലെ 100 പടം ചെയ്യുന്നതിലും യുനോ എണ്ണി ചുരുക്കി കരിയറിൽ 10 പടം, ബട്ട് 10 ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന 10 സിനിമ. നമസ്കാരം, ഹായ്, എൻ്റെ പേര് രജിഷ വിജയൻ. അനുരാഗ് കരിക്കിൻ വെള്ളത്തിലെ ആക്ട്രസ്സാണ് ഞാൻ. നിങ്ങൾ ഇന്ത്യ ഗ്ലിറ്റ്സിൻ്റെ വ്യൂവേഴ്സുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ചിലവരൊക്കെ നോക്കാം. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് എലി അല്ലെങ്കിൽ എലിസബത്ത് എന്നുള്ളത്. ഞാനുമായിട്ട് എനിക്ക് സിമിലാരിറ്റീസും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഡിഫറൻസസും ഉണ്ട്. സിമിലാരിറ്റീസ് വുഡ് ബി, ഞാൻ ഭയങ്കര ഇമോഷണലി സെൻസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഞാനും ഒരുപാട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എലിയുടെ ഒരു ഇമ്മച്യൂർഡ് ഫേസിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ. ഇപ്പം കുറച്ചും കൂടെ ഒരു പൊടിക്കും കൂടെ മെച്യൂർഡ് ആയിട്ടുണ്ടാവും. പക്ഷേ യുനോ ആ ഒരു ഇമ്മെച്യൂരിറ്റി, ആ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തൊരു പേഴ്സണാണ് ഞാൻ. ആൻഡ് ഐ തിങ്ക് എന്നെ പോലെ തന്നെ ഫീൽ ചെയ്തവരായിരിക്കും ഓൾമോസ്റ്റ് ഓൾ ഗേൾസ്. നമ്മൾ എല്ലാവരും, ഇപ്പം ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും, ഒരു ഇമ്മെച്യൂരിറ്റിയിൽ ആ ടീനേജിൽ നിന്ന് പതുക്കെ പതുക്കെ മാറി ലൈഫിൽ എക്സ്പീരിയൻസസ് മേക്ക് യു മെച്യൂർ. ഐ തിങ്ക് എലി എന്ന് പറയുമ്പം പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ ഉള്ളിൽ നമുക്ക് ആദ്യം ഇനീഷ്യലി ഭയങ്കര വെറുപ്പിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിലും ഉള്ളിൽ ഒരുപാട് ഹോപ്പുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് നന്മയുടെ അംശം ഇത്തിരി കൂടുതലുള്ള ഒരു പേഴ്സണാണ്. അതായത് പുള്ളിക്കാരിയുടെ ആരെന്ത് ദ്രോഹം ചെയ്താലും പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലത് മാത്രം വരണം. ആൻഡ് ടു മേക്ക് ദാറ്റ് ഹാപ്പൻ ഷീൽ ഗോ ആൻഡ് യുനോ അത് ഔട്ട് ഓഫ് വേ പോയിട്ട് അത് നടത്തി കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് എനിക്ക് അത്രയൊക്കെ നന്മയുണ്ട്, ലൈക്ക് യുനോ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, സിമിലാരിറ്റീസും ഉണ്ടാവും, ഡിഫറൻസസും ഉണ്ടാവും. ഈ പെണ്ണുങ്ങളുണ്ടല്ലോ ആദ്യമൊക്കെ ഭയങ്കര ഫണ്ണാണ്. ഏതാ വർക്ക്, എന്താ ചെയ്യണേ, പറഞ്ഞു പോവാ. ഡയറക്ടർ ആക്ട്രസ് മാത്രമല്ലായിരുന്നു ഫ്രണ്ട്സ്. ദ ഹോൾ ഗ്രൂപ്പ്, യുനോ. അതായത് മേജർ DOP, ക്യാമറാമാൻ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്കൊരു ആംഗിൾ ഒരു ഷോട്ടിലിരിക്കുമ്പം ആ ഫുൾ ക്രൂ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരാൾക്ക് ഒരു ഇറിറ്റേഷൻ വന്നാൽ മതി, നമുക്ക് ചിലപ്പോൾ നമുക്കൊരു മൂഡ് ഓഫ്, അല്ലെങ്കിൽ യുനോ യു വോണ്ട് ബി ഏബിൾ ടു ഗിവ് യു 100%. അല്ലെങ്കിൽ നമ്മൾ കൊടുത്താൽ ഇപ്പോൾ നമ്മളൊരു ഔട്ട്സൈഡർ ആണെങ്കിൽ അവർ കുഴപ്പമില്ല നന്നായി എന്നേ പറയും. പക്ഷെ ഫ്രണ്ടാണ് എന്ത് അടി കാണിക്കുന്നത് എന്ന് മുഖത്ത് നോക്കി ചോദിക്കും. സോ ദാറ്റ് ഗിവ്സ് യു, എന്താ പറയുക, അത് നമ്മളൊരു പുഷ് ചെയ്യുന്ന ഫാക്ടറാണ്. പിന്നെ ഫ്രണ്ട്സ് ആവുമ്പോൾ നമുക്ക് അങ്ങോട്ടും പോയിട്ട് ഫസ്റ്റ് മൂവി ഐ എം ടോക്കിംഗ് അബൌട്ട്. ഫസ്റ്റ് മൂവി ഈസ് ഓൾവേസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. അത് 10 സിനിമ ചെയ്ത എല്ലാം ലേണിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും അഭിനയത്തിന്റെ ABCD അറിയാതെയാണ് സെറ്റ് പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊന്നും അറിയില്ല. അപ്പം എന്നെ പോലെയുള്ള ഒരാൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം അത് തുറന്ന് ചോദിക്കുക എന്ന് പറയുമ്പം അത് ഫ്രണ്ട്സിനോടാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. ആൻഡ് എന്തൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും സെറ്റിൽ വന്നാൽ ഇറ്റ്സ് വെരി ഡിഫറെന്റ്, ഇറ്റ്സ് വെരി പ്രൊഫഷണൽ. ചീത്ത കേൾക്കുകയാണെങ്കിൽ അസലായിട്ട് ചീത്തക്കും, തെറി വിളിക്കും അസലായിട്ട് തെറി വിളിക്കും. യു ഹാവ് ടു കം ഓൺ ടൈം, യു ഹാവ് ടു ബി റെഡി ഓൺ ടൈം. വരിക, ചെയ്യുക, പണി ചെയ്യുക. എന്താ പറയുക, ഫ്രണ്ട്സ് അതൊക്കെ പേരുടെ ഒഴിച്ചു വിട്ടു തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കര കണക്ക് തന്നെയാണ്. ആസിഫ് വാസ് ആൻ അമേസിംഗ് കോ സ്റ്റാർ. ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ റൊമാൻസ് അല്ല മൂവിയിൽ എന്ന് പറഞ്ഞാൽ ആ റൊമാൻസിന്റെ പോർഷൻ കാണിക്കുന്നില്ല. അതൊരു സോങ് മാത്രമേ ഉള്ളൂ, ഒരു ഫ്ലാഷ് ബാക്ക് സോങ്. റെസ്റ്റ് എവറിത്തിങ് ഈസ് ആഫ്റ്റർ യുനോ ടുവേർഡ്സ് ദി എൻഡ് അല്ലെങ്കിൽ ടുവേർഡ്സ് ദി മിഡ് ഓഫ് എ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ വരും എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി അത് വെറുപ്പിക്കൽ ടു കരച്ചിൽ ടു യുനോ ഹാർട്ട് ബ്രേക്ക്,
അങ്ങനെയുള്ളൊരു സീക്വൻസ് ആണ്. ആൻഡ് പുള്ളി എന്ന് പറഞ്ഞാൽ വെരി എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. ആൻഡ് അഭിനയിക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പൊക്കെ പുള്ളി പറയാം, ഓക്കെ എന്നാൽ ഇനി ക്യാരക്ടർ ആക്കി ഗോ ടു യുവർ സോൺ, അങ്ങനെ വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചിരിയാണ്. കാരണം യു കെൻ ഇമാജിൻ സൗബിനും ബാസിയും ആസിഫും പിന്നെ റഹ്മാനും ജിംഷി ഇവരൊക്കെ ഫ്രണ്ട്സാണ്. അപ്പം സെറ്റ് എന്ന് പറഞ്ഞ ഒരു മാതിരി എന്താ പറയുക, ഒരു കോളേജ് ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആൻഡ് ഒരു ജാടില്ല മനുഷ്യന്. ആൻഡ് ഒരിക്കലും എന്നെ ഒരു എന്താ പുതിയൊരു ആർട്ടിസ്റ്റായിട്ട് കണ്ടിട്ടില്ല. ഇറ്റ്സ് വെരി ഈസി, നമ്മളൊരു ന്യൂബി ആയിട്ട് കാണാൻ ഭയങ്കര ഈസിയാണ്. ആൻഡ് അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല. പുള്ളിക്കാരൻ മാത്രമല്ല, ബിജു ചേട്ടനാണെങ്കിലും ആശു ചേച്ചിയാണെങ്കിലും ഓരോരോ ആർട്ടിസ്റ്റും റെസ്പെക്റ്റോടെയാണ് സംസാരിച്ചത്. അതായത് ഒരു ആർട്ടിസ്റ്റിന് കിട്ടേണ്ട റെസ്പെക്ട്, അല്ലെങ്കിൽ ഇവളൊരു കുട്ടി ഇപ്പം വന്നിട്ടേ ഉള്ളൂ എന്തറിയാം സിനിമയെ കുറിച്ച്, അങ്ങനെയൊന്നുമില്ല. ആധികാരികമായിട്ടാണ് സിനിമയെ കുറിച്ച് എന്നോട് സംസാരിച്ചതും. ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. കാരണം നമുക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടുമ്പോൾ യു വുഡ് വോണ്ട് ടു ഗിവ് യു 100%. അപ്പം ദാറ്റ് വാസ് ദെയർ. പക്ഷെ അതിന്റെ കൂടെ തന്നെ കളിയാക്കേണ്ടതിന് അത്രത്തോടെ നീളം കളിയാക്കിയിട്ടുണ്ടില്ല, ഞാൻ പറയില്ല. ഞാനും ആസിഫും വഴക്ക് കൂടുന്ന ഒരു മൂഡിൽ വന്ന് എൻ്റെ അടുത്ത് ഭയങ്കര തമാശയൊന്നും നിൽക്കില്ല. അങ്ങനെ നിന്ന് നമുക്ക് ചിലപ്പം ആ ഒരു ഇമോഷൻ വന്നില്ല എന്ന് വരും. ചിലപ്പം പുള്ളി ആ സോണിൽ പോകുന്നോണ്ടായിരിക്കാം. പക്ഷെ സോ പ്രൊഫഷണലി ഹി വാസ് എൻ അമേസിങ് co-star ആൻഡ് വെരി ഗുഡ് ഫ്രണ്ട് ഓൾസോ. കാരണം എല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് ആ ഒരു വൈബ് നമുക്ക് എന്തായാലും കിട്ടും. അയ്യോ, ഞാൻ ചോദിക്കുമ്പോ എല്ലാരും പറയും ഇത് ഏത് കാലത്താ ജീവിക്കുന്നത്, ഇത് എന്താ ഇത് വാട്സാപ്പ് ഇല്ലെങ്കിൽ എന്തോ ഞാൻ എന്തോ മാരക കുറ്റം ചെയ്ത പോലെ ആൾക്കാരുടെ റിയാക്ഷൻ ഒക്കെ. ബിക്കോസ് രജിഷ ഫോട്ടോ വാട്സാപ്പിൽ അയക്കും. ഞാൻ പറഞ്ഞു ചേട്ടാ വാട്സാപ്പില്ലേ, ലൈക്ക് ഹൗ കെൻ യു ഡു ദിസ് ടു യുവർ സെൽഫ് എന്നുള്ള പോലെ ചോദിക്കുക. അപ്പം എനിക്കിഷ്ടമല്ല. ഞാനും ഇങ്ങനെ ഫേസ്ബുക്കിലും ഇതിലും ഓർക്കൂട്ടിലൊക്കെ അഡിക്റ്റഡ് ആയി കിടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ബിക്കോസ് കോളേജ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് നെറ്റ് കിട്ടുമ്പോഴും ലാപ്ടോപ്പ് കിട്ടുമ്പോഴും ഫേസ്ബുക്ക് കാണുമ്പോഴൊക്കെ ഞാനും ഫേസ്ബുക്ക് ഒരുന്നാലും കൊടുക്കണം ഉറങ്ങാണ്ടൊക്കെ ഫേസ്ബുക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഗ്രാജുവലി ഗോട്ട് ബോർഡ് ഓഫ് ഇറ്റ്. ആൻഡ് എനിക്ക് കൂടുതൽ ഇഷ്ടം നീറ്റ് കാണുക. യു ഷെയർ ജ്യൂസ് ഓർ കപ്പ് ഓഫ് കോഫി ആൻഡ് യു സിറ്റ് ആൻഡ് യു ടോക്ക്. നേരിട്ട് കാണുമ്പോൾ ആൾക്കാർ ശരിക്കും ജഡ്ജ് ചെയ്യുക അവരുടെ ഫേസ് കൊണ്ട്, അവരുടെ എക്സ്പ്രഷൻ കൊണ്ട്. ഫോണിൽ ഈസിലിയാണ്, വെരി ഈസി ടു ഫേക്ക്. ആൻഡ് എനിക്ക് ഫോണിൽ ഒരാളെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പേഴ്സൺ. ആൻഡ് എനിക്കൊന്ന് നമ്മൾ അമിതമായ ഒരാളെ ഫോണിലും ഇന്റർനെറ്റിലും ഒക്കെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് പേര് പെട്ടുപോകുന്നത്. സോ ഐ എം നോട്ട് എ പേഴ്സൺ ഐ ഹാവ് ട്രസ്റ്റ് ഇഷ്യൂസ്. ബേസിക്കലി അതാണ്. എനിക്ക് നേരിട്ട് കാണാണ്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതായിരിക്കും ഇഷ്ടമല്ല. സ്ക്രീനിൽ എന്ന് പറഞ്ഞാൽ ഞാനും സൗബിനെ എപ്പോഴും അടിയാണ്. അല്ലെ ബേസിക്കലി ഭയങ്കര തെറിവിളിയും അങ്ങനെയുള്ള ഒരു ഇതാണ്. പക്ഷെ ജനറൽ ലൈഫിൽ ഹീസ് വെരി ഫണി. അതായത് പുള്ളി വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ വെറുതെ ചിരിച്ചു. ഹീസ് എന്താ പറയുക, ഭയങ്കര സർക്കാസ്റ്റിക് കോമഡി പോലും അല്ല. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. പുള്ളിക്കാരൻ്റെ ജോണർ ഓഫ് കോമഡി എന്നത് എനിക്ക് പോലും അറിയില്ല. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ബട്ട് വെരി ഹംബിൾ പേഴ്സൺ. ആൻഡ് സിനിമയെക്കുറിച്ച് ആധികാരികമായ ഒരുപാട് നോളജ് ഉള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ സൗബിൻ്റെ ആക്ടിങ്ങിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഐ തിങ്ക് ഫസ്റ്റ് മൂവി ക്രോണിക് ബാച്ചിലറാണെന്ന് തോന്നുന്നു. അത്രയും മുമ്പ് മുതൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയെക്കുറിച്ച് വളരെയധികം വിവരമുള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് പുള്ളിക്കാരൻ ആദ്യത്തെ മൂവി ഡയറക്റ്റ് ചെയ്യാനും കൂടെ പോവാണ്, ഇൻഡിപെൻഡന്റ് പറവ. സോ മൂവിയെക്കുറിച്ച് പുള്ളിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അഭിനയത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് മോർ ദൻ ദാറ്റ് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് സൗബിൻ അവിടെ വരുമ്പോൾ തന്നെ, പിന്നെ സൗബിൻ ആ സമയത്ത് ഹാർലി ഡേവിഡ്സൺ വാങ്ങിയത്. ഇഷ്യോ ആ സെറ്റിൽ ഹാർലി വരുമ്പം എന്താ ഭയങ്കര ഡിഫറൻസ്. ലൈക്ക് നമ്മൾ ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഹാർലിയുടെ അടുത്ത് ഒന്നുമില്ല, വെറുതെ എന്നിട്ട് ഹായ് ഹാർലി, ഈ ആംഗിൾ നോക്കുക ആ ആംഗിൾ നോക്കുക, ഫോട്ടോ എടുക്കുക. സോ പിന്നെ പുള്ളിക്കാരൻ 24 മണിക്കൂർ ഞാൻ ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് ചോക്ലേറ്റ് ഒന്നും കഴിക്കരുത്, തടി കൂടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനും കാണാതെ ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഞാൻ പോയിത്തതു. സോ ബേസിക്കലി ഭയങ്കര മിസ്ചീവിയസ് ആയിട്ടുള്ള, അത് ഭയങ്കര തമാശയും ഭയങ്കര കുസൃതിയൊക്കെ ഉള്ള ഒരു വെരി ഫൺ ലവിങ് പേഴ്സൺ. ബിജു ചേട്ടൻ എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കില്ല. മോളെ എന്നൊക്കെ പറഞ്ഞ് വെരി സ്വീറ്റ്,
കുറച്ചധികം സംസാരിക്കാത്തൊരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു അത് സുധീർ കർമ്മന സാർ ഉണ്ടായിരുന്നു, സുധീരേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ളതുകൊണ്ടായിരിക്കും സിനിമയെക്കുറിച്ച് തന്നെ എല്ലാവരും സംസാരിച്ചു. അതായത് ആ സമയത്ത് ലീല ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളായിരുന്നു. അപ്പം എനിക്ക് ഉണ്ണിയാറിൻ്റെ ബുക്കൊക്കെ ഗിഫ്റ്റ് ചെയ്തു, അതിരുന്ന് കുറേ വായിച്ചു. ആൻഡ് അഗെയിൻ എക്സ്പീരിയൻസ്, പുള്ളി സംസാരിക്കുന്നുണ്ട്, അഭിനയിക്കുന്ന ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി, ഓരോരോ ടേക്കിലും ഹി ഗിവ് സംതിങ് ഡിഫറെൻറ്റ്. സോ പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. ആൻഡ് വെരി ഹംബിൾ, ഡൗൺ ടു എർത്ത് പേഴ്സൺ, മാൻ ബ്രില്യൻ്റ് ആക്ടർ. ഞാൻ എന്താ പറയുക, പറഞ്ഞത് ഞാൻ സിനിമയിലുള്ള ഓരോരുത്തരെ കുറിച്ച് പറയാൻ നിൽക്കില്ലേ, ബിക്കോസ് ടോട്ടലി ഇൻസ്പയർഡ് ബൈ ഈച്ച് ആൻഡ് എവറി വൺ. അതുകൊണ്ട് എനിക്ക് അവളോട് സംസാരിക്കണം. ആ ഖാന്റെ ഫോണിൽ എന്താ നമ്പർ? നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്, സൗകര്യം പോലെ അടിക്കാലോ. പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയല്ല ഞാൻ ആങ്കറിങ് ചെയ്തത്. അത് ലെറ്റ് മീ ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം എല്ലാവരും പറയും ആങ്കറിങ്ങിലൂടെ സിനിമയിലേക്ക് വന്നു. നോ, ആങ്കറിങ്ങിലൂടെ അല്ല ഞാൻ സിനിമയിലേക്ക് വന്നത്. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് എല്ലാ മലയാളിയെ പോലും ഞാൻ സ്വപ്നം കണ്ടതാണ്. കാരണം നമ്മൾ കണ്ട് വളരുന്നത് ലാലേട്ടനെയും മമ്മൂക്കേനെയും ശോഭനേനെയും അല്ലെ, അത്രയും വലിയ വലിയ ആർട്ടിസ്റ്റിന്റെ ബ്യൂട്ടിഫുൾ മൂവീസ് കണ്ട് വളരുന്നത് നമ്മൾ. യു ഓൾസോ വോണ്ട് ടു ഡു ഇറ്റ്. അത് ഏത് മലയാളി സമ്മതിച്ചാലും ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരു തവണയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവും. അനീതി പ്രഭ കാണുമ്പോൾ ഒക്കെ നമ്മൾ ഇമാജിൻ ചെയ്യും ശാലിക്ക് പകരം ഞാനായിരുന്നെങ്കിൽ, അത് കുട്ടിയായിരിക്കും പക്ഷെ എന്നാലും. സോ ലൈക്ക് എവ്രി വൺ, ഈവൻ ഐ വോണ്ടഡ് ടു ആക്ട്. ആൻഡ് ഞാൻ സ്കൂൾ ടൈമിൽ അങ്ങനെ എന്താ പറയുക, ഡാൻസ് അങ്ങനെയൊക്കെ, തിയേറ്റർ അങ്ങനെയൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരുന്നു. അങ്ങനെ ആണ് ഡൽഹിയിൽ ജേർണലിസം പഠിക്കാൻ പോയത്. ആൻഡ് ജേർണലിസം പഠിച്ചു, മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. അപ്പോൾ പഠിച്ചപ്പം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഫീൽഡാണ് ആങ്കറിങ്. അങ്ങനെ ആസ് എ പ്രൊഫഷൻ ആങ്കറിങ്ങിലേക്ക് വന്നാണ്. ആങ്കറിങ് കഴിഞ്ഞ ഒരു 5 months കഴിഞ്ഞപ്പോൾ തന്നെ ഓഫേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ലൈക്ക് എനിക്ക് ബേസിക്കലി എൻ്റെ കഥാപാത്രം അല്ലെ, എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ ചെയ്യാൻ ബേസിക്കലി അധികം ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടർ. ഐ വാണ്ടഡ് ഡെബ്യൂ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ ഒരു മൂവി ആണെങ്കിലും ചെയ്യുന്ന കാര്യം ഹാസ് ടു ബി ഗുഡ് എന്നുള്ളതൊന്നുണ്ടായിരുന്നു. അപ്പം മൂവി അടിപൊളിയായിരിക്കും, പക്ഷെ കിട്ടുന്ന റോളിന് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് ചെയ്യാണ്ട് നിന്നത്. അങ്ങനെ കാത്തിരിക്കും, ഇപ്പം നന്നായി തോന്നുന്നു. ഇറ്റ് എവറിഥിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് പറയുന്ന പോലെ ദിസ് വാസ് എ ഗ്രേറ്റ് റീസൺ. More than a co-star, I would think I would want to ആക്ട് വിത്ത് ആൻഡ് വർക്ക് വിത്ത് ഡയറക്ടേഴ്സ്. അതായത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റാണ്. ഒരു ഡയറക്ടർ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആയിരിക്കും ഞാൻ. ഇപ്പം എനിക്ക് എങ്ങനെ പറഞ്ഞൊരു അത്രമാത്രം ഔട്ട്പുട്ട് എടുക്കാനുള്ള കഴിവേ എനിക്കുള്ളൂ. അല്ലാണ്ട് ഞാനൊരു എന്താ പറയുക ബോൺ സംഭവം ആക്ട്രസ് ഒന്നുമല്ല. അയ്യോ പറയുമ്പോഴത്തേക്ക് ഇമോഷൻ വരൂ എന്ന് പറയണേ. എനിക്കത് പറയുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ മാത്രം ഇമോഷൻ വരുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഫോർ ദാറ്റ് റീസൺ, ആൻഡ് പ്ലസ് എനിക്ക് തോന്നുന്നു നമ്മളെ ഇൻഡസ്ട്രി, നോട്ട് ജസ്റ്റ് മലയാളം, അതിപ്പം തമിഴാണെങ്കിലും ഏതാണെങ്കിലും ഒരുപാട് അമേസിങ് ഡയറക്ടേഴ്സ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. റേഞ്ചിങ് ഫ്രം മണിരത്നം സർ ടു ഗൗതം മേനൻ സർ. മലയാളത്തിൽ ഞാൻ ആരുടെയൊക്കെ പേര് പറയും. പഴയ എടുക്കുകയാണെങ്കിൽ സത്യനന്ദിക സർ, കമൽ സർ, ഫാസിൽ സർ, അങ്ങനെ പറയാം. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അൻവർ ഷീർ. സോ ഐ കനോട്ട് ലിസ്റ്റ് ദ നെയിംസ്, ദെർ ആർ സോ മെനി ഡയറക്ടേഴ്സ്. സോ ഐ വുഡ് വോണ്ട് ടു വർക്ക് വിത്ത് ദെം. അപ്പം നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് ഓരോരോ ഡയറക്ടറിനും കൂടെ വർക്ക് ചെയ്തിട്ട് അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്കൊക്കെ പറയാനും പഠിപ്പിച്ച് തരാനും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഞാനിപ്പം വർക്ക് ചെയ്ത ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് സിനിമയാണ്. ഹീസ് ഓൾസോ വെരി യങ്. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ്. ഇനി ഐ വുഡ് വോണ്ട് ടു വർക്ക് വിത്ത് സമൺ ഹു ഹാസ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ ഇൻഡസ്ട്രി. സോ ബേസിക്കലി അങ്ങനെ നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ മൂവി ചെയ്യണം എന്നാണ് ആഗ്രഹം. മധുരം ജീവരാഗം തൊടും സുഖം. അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഒരു സിനിമയെ കമ്മിറ്റ് ചെയ്തത്. കാരണം ഇതിന് ശേഷം വന്ന ഓൾമോസ്റ്റ് 80% ഓഫ് ദ റോൾസ് വെർ സിമിലർ. അല്ലെങ്കിൽ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് അവർ സിനിമയ്ക്ക് വേണ്ടി ആ റോൾ അങ്ങനെ കുറച്ച്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ എന്ന് വിചാരിച്ചുകൊണ്ട് ആ റോൾ കുറച്ചങ്ങനെ മാറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കുറേയൊക്കെ പെൺകുട്ടിയുടെ വിഷമം, പെൺകുട്ടി എന്താ പറയുക, ഒരു ക്വീൻ സ്റ്റൈലൊക്കെ മനസ്സിലായില്ലേ. ബോളിവുഡിൽ കുറച്ചും കൂടെ നമ്മൾ കാണും, മലയാളത്തിൽ കുറവാണ്. പക്ഷെ അങ്ങനെ ആൾക്കാർ, പക്ഷെ അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഞാൻ ഇനി അത് ചെയ്താൽ, അല്ലെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് ഒരു 4-5 ഫിലിംസ് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്ത് നമ്മൾ ചെയ്യുന്ന പോലെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്ത ആൾക്കാർക്ക് എലിയും മനസ്സിലാവില്ല, അടുത്ത് വരുന്ന എന്താ പറയുക, അടുത്ത് വരുന്ന റിങ്കിയാണെ പിങ്കിനെ മനസ്സിലാവും, ഒന്നും ലൈക്ക് ഇറ്റ് വിൽ ബി വെരി കൺഫ്യൂസിങ്. അപ്പോൾ ഫോർ ദാറ്റ് റീസൺ ഐ എം നോട്ട് ഗോണ ചൂസ് സച്ച് എ റോൾ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഡെബ്യൂ മൂവി ആയതുകൊണ്ട് ആൾക്കാർ കുറച്ചും കൂടെ ഒന്ന് കണ്ണടയ്ക്കും. ലൈക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു പാളിച്ച പറ്റില്ല, കുഴപ്പമില്ല ആദ്യത്തെ സിനിമയിൽ. പക്ഷെ രണ്ടാമത്തെ സിനിമയിൽ ആൾക്കാർ ജഡ്ജ് ചെയ്യും. സോ ഇറ്റ്സ് എന്താ പറയുക, എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇൻഡസ്ട്രിയിലുള്ളവരും എൻ്റെ അടുത്ത് പറഞ്ഞ, രേഷ്യ സെക്കൻഡ് മൂവി യു ഹാവ് ടു ബി വെരി കെയർഫുൾ എന്ത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതിൽ.
അപ്പം ആലോചിച്ച് നല്ലൊന്ന് വന്നിട്ടേ ചെയ്യുന്നുള്ളൂ, ഒന്നും ചാടിക്കറി എന്തായാലും ചെയ്യുന്നില്ല. വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇത് മൂവിക്ക് ശേഷം വന്നു, പക്ഷെ കുറേ എണ്ണം സിമിലർ റോൾസ് ആയിരുന്നു. അല്ലെങ്കിൽ അഗൈൻ അനുരാഗരിക്കൻ വെള്ളം വരുന്നതിന് മുമ്പ് വന്ന പോലത്തെ ലൈക്ക് യുനോ എനിക്ക് വലിയ മൂവി അടിപൊളിയായിരിക്കും, പക്ഷേ ഐ ഡോണ്ട് ഹാവ് മച്ച് ടു ഡു. സോ ഐ വുഡ് വോണ്ട് ടു ഡു റോൾസ് വേർ വിച്ച് ഇസ് ചാലഞ്ചിങ് ടു മീ. അതായത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന റോൾസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ആൻഡ് ചവറ് പോലെ 100 പടം ചെയ്യുന്നതിലും യുനോ എണ്ണിച്ചുരുക്കി കരിയറിൽ 10 പടം, ബട്ട് 10 ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന 10 സിനിമ. സോ അതാണ് ആഗ്രഹം. അങ്ങനെ അപ്പം വെയിറ്റ്, ഞാൻ പഠിച്ച ഒരു പാഠം തന്നെ കാത്തിരുന്ന നമ്മളൊക്കെ വിചിച്ചിട്ടുള്ള കാര്യം നമുക്ക് തേടി വരും. സോ യു ജസ്റ്റ് ഹാവ് ടു ഹോപ്പ് ഫോർ ഇറ്റ്, ബിലീവ് ഇൻ ഇറ്റ് ആൻഡ് വെയിറ്റ് ഫോർ ഇറ്റ്. അതെന്തായാലും വരും. സോ വെയിറ്റിംഗ്. നിനക്ക് ഇപ്പൊ ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ പണ്ട് നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു. ഞാൻ മോളിൽ പോയിട്ട് മൾട്ടിപ്ലക്സിൽ പോയിട്ടിരുന്നു നോക്കി, നോ, ആൾക്കാർ അവിടെയും കൂവിയില്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു ചോദിച്ചു, എടാ ആരെങ്കിലും കൂവുന്നുണ്ടോ, ആരെങ്കിലും പക്ഷെ എല്ലാവരും ചിരിച്ചു. ആൻഡ് പിന്നീട് എനിക്ക് ആൾക്കാർ കോംപ്ലിമെന്റ് ചെയ്ത് അല്ലെ കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് പറഞ്ഞ സീക്വൻസസും ഇത് തന്നെയായിരുന്നു. സോ ഐ ഫെൽറ്റ് കി യുനോ ദാറ്റ് ഇസ് ഓൺലി ബിക്കോസ് ദേ കുഡ് റിലേറ്റ് ടു ദ ക്യാരക്ടർ. അവർക്ക് ഒന്നുമില്ല അവരങ്ങനെയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന അവരുടെ മകളോ കൊച്ചുമകളോ ഗേൾ ഫ്രണ്ടോ, മിക്കവാറും ഗേൾ ഫ്രണ്ട് അങ്ങനെയുള്ള ഒരാളാണ്. സോ ഐ വാസ് ഷോക്ക്ഡ്. ആൻഡ് അതിനുശേഷം പബ്ലിക്കിൽ പോകുമ്പോൾ ഒന്നാമത് എൻ്റെ പേര് ഭയങ്കര കടിച്ചാൽ പൊട്ടാത്തൊരു പേരാണ്, രജിഷ എന്ന് ഓർത്തൊക്കെ എന്തോ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം റോഡിൽ പോകുമ്പോഴൊക്കെ ഇപ്പം എല്ലാവരും പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് കോളിങ് മീ എലി. ആൻഡ് അതെനിക്ക് പക്ഷേ തുടക്കം മുതൽ ഒരിക്കലും അരോചകമായി തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരിക്കലും റാറ്റിനെ വെച്ചിട്ട് ആ പേരിനെ കമ്പയർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. മേ ബി ഞാൻ കുറെ അങ്ങനെ എലിസബത്ത് അല്ലെ എലീനേനെ എലീന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. ആൻഡ് ഈ അമ്മമാരൊക്കെ ആന്റിമാരൊക്കെ വന്നിട്ട് മോളെ എലീന്നൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിക്കും. ആൻഡ് അമ്മമാർക്ക് ഇറ്റ്സ് സോ സ്വീറ്റ് ടു സീ ദാറ്റ്. ആൻഡ് എൻ്റെ അടുത്ത് പറയും എൻ്റെ കൊച്ചുമോളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. സോ ഞാൻ പറഞ്ഞില്ലേ, അഗൈൻ ദേ കുഡ് റിലേറ്റ്. ഞാൻ പ്രകാശ് കോപ്പാറ. എലിസബത്തിന്റെ അപ്പൻ. അപ്പനല്ല, ഡാഡി ഡാഡി ഡാഡി. സോറി, എലിയുടെ ഡാഡി. ഒരുപാട് നന്ദിയുണ്ട്, കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ ക്യാരക്ടറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് അല്ലെങ്കിൽ സ്വീകരിച്ചത്. ബിക്കോസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കൂവൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ പോയതാണ്. പക്ഷേ എലിയെ പോലെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും കിട്ടുന്ന വലിയൊരു ആക്സെപ്റ്റൻസും കൂടിയാണ് ഈ ഒരു സപ്പോർട്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ്, എന്നെ പോലെയുള്ള ഒരു പുതിയൊരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ്. ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ഇപ്പം നിങ്ങൾ ഇങ്ങനെ നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ തലയിൽ. ദറ്റ് യുനോ ഇനി ചെയ്യാൻ പോകുന്ന സിനിമയും എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ട് അത് നന്നാക്കണം, അല്ലെങ്കിൽ ഞാൻ നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയതാണ്. ആൻഡ് ഫോർ ദാറ്റ് റീസൺ ഐ എം റിയലി താങ്ക്ഫുൾ. ആൻഡ് ഐ വിൽ ട്രൈ, എന്താ പറയുക, ഒരുപാട് ട്രൈ ചെയ്യാം മാക്സിമം എന്തെങ്കിലുമൊക്കെ നല്ല സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയെ സപ്പോർട്ട് ചെയ്യുക, സിനിമയെ സ്നേഹിക്കുക, സിനിമ പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണുക. ആൻഡ് ഓൾ ഐ വുഡ് സേ ഇസ്, ഞാനും ഒരുപാട് ഡൗൺലോഡൊക്കെ ചെയ്ത് സിനിമ കണ്ട, പക്ഷേ ആ സിനിമ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് അതിൻ്റെ പിന്നിൽ എത്രമാത്രം എഫേർട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പം പറ്റുന്ന അത്ര ട്രൈ ആൻഡ് ഗോ ആൻഡ് വാച്ച് ദ മൂവി ഇൻ തിയേറ്റേഴ്സ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.